പിന്നെയോ നല്ല തക്കുട് വയറല്ലേ, അതിൻ്റെ പുറത്ത് കൈയൊക്കെ കെട്ടി വെച്ചിട്ട് എന്ന് പറഞ്ഞ് പിണങ്ങി എന്തിനാ അമ്മയുടെ മോൻ കരയുന്നതെന്ന് പാർവതി ചോദിക്കും. അപ്പൊ ഗണേശൻ പറയും, അമ്മ അപ്പൊ പറഞ്ഞില്ലേ നല്ല ഭംഗിയുള്ള ചെവി, സുന്ദരം ചെവി എന്നൊക്കെ. ഈ സുബ്രഹ്മണ്യൻ ഇവൻ എൻ്റെ ഈ ചെവി പിടിച്ചു വലിച്ചു. എന്നിട്ട് ഇവൻ എന്താ പറഞ്ഞേ, നാട്ടുകാർക്കൊക്കെ ഇത്രയുള്ള ചെവിയേ ഉള്ളൂ നമുക്ക് മനുഷ്യർക്ക്, ഇവന് മാത്രം ആന മുടിപ്പൊരു ചെവിയാന്ന് പറഞ്ഞ് എന്നെ ആക്ഷേപിച്ചു. അപ്പൊ പാർവതി പറയും, മുരുക, സുബ്രഹ്മണ്യൻ നീ കാണിച്ചത് ശരിയായില്ല. അപ്പോൾ സുബ്രഹ്മണ്യൻ പറയും, ഇവൻ എന്നോട് ചെയ്തിരുന്നെന്ന് അമ്മയ്ക്കറിയാം. ഇവൻ പറയുക, എല്ലാ മനുഷ്യരെയും വിളിച്ച് കാണിച്ചിട്ട് പറയാം, എല്ലാവർക്കും 2 കണ്ണേ ഉള്ളൂ, നിനക്ക് മാത്രം 1, 2, 3, 4, 5, 6 എൻ്റെ ദൈവം എണ്ണീട്ടും കൂടെ തീരുന്നില്ല, അത്രയും കാണുമെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി. അപ്പൊ സുബ്രഹ്മണ്യൻ അപ്പൊ ഗണപതി പറയും, അമ്മ ഒരു മിനിറ്റ്, എൻ്റെ ഈ തുമ്പിക്കൈയില്ലേ ഇത് കണ്ടിട്ട് ഇവൻ പറയുക, എല്ലാ മനുഷ്യർക്കും ഇത്രയുള്ള മൂക്കേ ഉണ്ടാവുള്ളൂ, നിനക്ക് മാത്രം ഇങ്ങനെ നീണ്ടു നിവർന്ന് മൂക്കാന്ന് പറഞ്ഞിട്ട് അവന്റെ ശൂലം വെച്ച് എൻ്റെ മൂക്ക് അളന്ന് നോക്കുക. അങ്ങനെ ഇവർ 2 പേരും അത് വലിച്ചു ഇത് വലിച്ചു എന്ന് പറഞ്ഞ് എല്ലാ കുട്ടികളെയും പോലെ, എല്ലാ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിനെയും പോലെ വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ പാർവതി പറയും, ശരി നിങ്ങൾ സഹോദരങ്ങളാണ്, വഴക്കിടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഗണപതിയുടെ തുമ്പിക്കൈ എടുത്ത് മുരുകൻ്റെ കയ്യിൽ വെച്ചു കൊടുത്ത് കോംപ്രമൈസ് ആക്കും. എന്നിട്ട് 2 പേരെയും കൈ പിടിച്ച് പാർവതി ഇനി ഒരു അലോസരം പാടില്ല എന്ന് പറഞ്ഞ് 2 പേരെയും പിടിച്ച് കൊണ്ടുപോവാം. കൊണ്ടുപോകുമ്പോൾ ഗണേശൻ പറയും, ഇവിടെ നിന്നിട്ട്, എൻ്റെ കയ്യിൽ അച്ഛൻ്റെ പാമ്പുണ്ട്, ശിവൻ്റെ പാമ്പ്, ഞാൻ നിന്നെ കൊത്തിക്കും. അപ്പം മുരുകൻ പറയും, പോവാ, പിന്നെ ഞാൻ മയിലിൻ്റെ പുറത്ത് വെറുതെ നടക്കണതാണല്ലോ, എൻ്റെ മയിൽ നിന്റെ പാമ്പിനെ കുത്തിക്കൊല്ലും. അപ്പൊ ഗണേശൻ പറയും, ഓ എൻ്റെ കൈയുടെ മസിലുണ്ടോ, ഇടിക്കും ഞാൻ. അപ്പോൾ സുബ്രഹ്മണ്യൻ പറയും, ആകെ ചൊട്ടച്ചാൻ പൊക്കല്ലേ ഉള്ളൂ, മിണ്ടാണ്ടിരിക്കുക, എൻ്റെ കയ്യിൽ ശൂലം വെച്ച് കുത്തി കയറ്റും ഞാൻ. പാർവതി വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോൾ ഇവർ വീണ്ടും വഴക്കാം. പറയും, നടന്നോ എന്നിട്ട് 2 പേരെയും തിരിച്ചു കൂട്ടിക്കൊണ്ടുപോകും.